സർ, ഇപ്പോൾ നമ്മുടെ സംയുക്ത വാർത്താ സമ്മേളനം കണ്ടു. എന്തുകൊണ്ടാണ് നമ്മൾ തിരിച്ചടിച്ചത്? പാകിസ്ഥാൻ എന്ന് പറയുന്ന ഈ ഭീകര രാജ്യത്തെ ഭാരതം തുറന്നു കാണിച്ചിരിക്കുന്നു. ഒപ്പം തന്നെ TRF എന്ന ഭീകര പ്രസ്ഥാനത്തെ 6 മാസം മുൻപേ പല റിപ്പോർട്ടുകളിലൂടെയും ഭാരതം മുന്നറിയിപ്പ് നൽകിയിരുന്നു. UN ഉൾപ്പെടെ മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഇങ്ങനെ പാകിസ്ഥാനിലെ ഭീകര പ്രസ്ഥാനങ്ങളുടെ അണ്ടർ കവറായി TRF എന്ന ഭീകര സംഘടന കശ്മീരിൽ പ്രവർത്തിക്കുന്നു എന്നുള്ള കാര്യം വളരെ കൃത്യമായി ഭാരതം മുന്നോട്ട് വെച്ചു. ഒപ്പം തന്നെ വളരെ സ്ട്രാറ്റജിക്കായ ഒരു നീക്കം നടന്നിരിക്കുന്നത് ഈ ദൗത്യത്തെക്കുറിച്ച് വിശദീകരിക്കുന്നത് കേണൽ സോഫിയ ഖുറേഷിയും അതുപോലെ വിംഗ് കമാൻഡർ ആണ്. ഈ 2 വനിതാ രത്നങ്ങളെ കൂടി മുന്നോട്ട് വെച്ചുകൊണ്ടാണ് ഇവിടുത്തെ നിരപരാധികളായ സ്ത്രീകളുടെ നെറ്റിയിലെ സിന്ദൂരം മാച്ചുകളഞ്ഞ ആ ഭീകരവാദത്തിനെതിരെ ഉള്ള മറുപടി എന്തുകൊണ്ട് ഇതെല്ലാം നടത്തി എന്നുള്ള സന്ദേശം രാജ്യത്തിനും ലോകത്തിനും നൽകുന്നത് ഭാരതം. എങ്ങനെ കാണുന്നു ഈ വാർത്താ സമ്മേളനത്തെ, തുടർന്നുള്ള സാഹചര്യങ്ങളെ? ഈ വളരെ രസകരമായിട്ടുള്ളൊരു സംഗതി, ഈ വാർത്താ സമ്മേളനം ഉൾപ്പെടെ, അതായത് ഈ ഓപ്പറേഷൻ്റെ പേര് തുടങ്ങി എല്ലാ കാര്യങ്ങളിലും പല സന്ദേശങ്ങളും ഒളിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. ഓപ്പറേഷൻ സിന്ദൂർ എടുത്തു പറയേണ്ട കാര്യമില്ല, ആ പേരിൽ തന്നെ ഒരു മെസ്സേജ് ഉണ്ട്. രണ്ടാമത്തത്, സാധാരണഗതിയിൽ ഭീകരാക്രമണങ്ങളെ ചെറുക്കുക, ഭീകരർക്കെതിരായിട്ട് ആക്ഷൻസ് എടുക്കുക ഇസ്രായേലി സൈന്യമാണ് ഏറ്റവും കെൽപ്പുള്ളത് എന്നാണ് ലോകം കരുതിയിരുന്നത്. ഇന്ന് ഈ ഒരൊറ്റ ഓപ്പറേഷനോട് കൂടി ഇസ്രായേൽ സൈന്യത്തോട് കിടപിടിക്കുന്ന ഒരു സൈനിക ശക്തിയായിട്ട് ഇന്ത്യ മാറിയിരിക്കുന്നു. ഈ കഴിഞ്ഞ ദിവസങ്ങൾ ശ്രദ്ധിച്ചാൽ പല ഒറ്റപ്പെട്ട സ്വരങ്ങൾ അവിടെ ഇവിടെയും കേൾക്കുകയുണ്ടായി. ഞങ്ങളെന്താ വളകളിട്ടിരിക്കുകയാണോ, വളകൾ കൂടുതൽ വാങ്ങിച്ചു തരണോ എന്നൊക്കെ ചോദിച്ച് പല സോഷ്യൽ മീഡിയയിൽ പലതും കണ്ടു. നമ്മുടെ സൈന്യത്തെയും അതുപോലെ നമ്മുടെ ഭരണകൂടത്തെയും ഒക്കെ അധിക്ഷേപിക്കുന്ന തരത്തിലുള്ള ചില പോസ്റ്റുകൾ ഞാൻ കണ്ടിരുന്നു. ഇപ്പോൾ വളരെ കൃത്യമായിട്ടൊന്ന് രണ്ടാമത്തെ മെസ്സേജ്, വനിതകളാണ് സൈന്യത്തെ പ്രതിനിധീകരിച്ച് അവിടെ സംസാരിച്ചത്. അതിലും ഒരു മെസ്സേജ് ഉണ്ട്. അതുമാത്രമല്ല, അവരുടെ പേരുകൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ, ഒന്ന് കേണൽ സോഫിയ ഖുറേഷി, രണ്ടാമത്തത് വ്യോമിക സിംഗ്. ഈ 2 പേരുകളിലും വളരെ വലിയ സന്ദേശങ്ങൾ അടങ്ങിയിരിക്കുന്നു. ഞാനതിൻ്റെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നില്ല. ആ പേരുകളെ കുറിച്ചൊന്ന് ആലോചിച്ച് നോക്കിയാൽ എന്താണ് മെസ്സേജ് എന്ന് വളരെ കൃത്യമാണ്. അതെ, അതിൽ തന്നെ വളരെ കൃത്യമായ രാഷ്ട്രീയമുണ്ട്. ആ പേരുകളിൽ തന്നെ വളരെ കൃത്യമായ രാഷ്ട്രീയം ഭാരതം പറഞ്ഞു വെക്കുകയാണ്. തീർച്ചയായും അത് ആർക്കെങ്കിലും സംശയമുണ്ടെങ്കിൽ, ആർക്കെങ്കിലും സന്ദേഹമുണ്ടെങ്കിൽ അതൊക്കെ തീർക്കത്തക്ക വിധത്തിലാണ് ആ 2 വനിതാ വീര സേനാംഗങ്ങളെ ഇവിടെ ഈ പത്രസമ്മേളനത്തിൽ പങ്കെടുപ്പിച്ചത്. മാത്രമല്ല, ഇതിനു മുമ്പ് ബാലാക്കോട്ടിലുമൊക്കെ ഇത് ശരിയാണോ, ഇത് നടന്നിരുന്നോ എന്നൊക്കെ ചില സന്ദേഹങ്ങൾ പലരും പുറപ്പെടുവിച്ചിരുന്നു. ഈ ഒരു ഓപ്പറേഷൻ്റെ പ്രത്യേകത എല്ലാം വളരെ കൃത്യമായിട്ടാണ് കാണിച്ചിരിക്കുന്നത്. എന്ത് നടന്നു, എവിടെ നടന്നു, എപ്പോൾ നടന്നു, എങ്ങനെ നടന്നു എന്നുള്ളത് ഈ പത്രസമ്മേളനത്തിൽ വളരെ വ്യക്തമാണ്. ആർക്കും എവിടെയും ഒരു സന്ദേഹത്തിനും അവകാശം നൽകാത്ത വിധത്തിലാണ് കൃത്യമായിട്ടിത് കാണിച്ചിരിക്കുന്നത്. പിന്നെ 100 കിലോമീറ്റർ ഉള്ളിൽ ചെന്ന് പ്രഹരിക്കാൻ നമുക്ക് കഴിവുണ്ടെന്ന് ഭാരതീയ സൈന്യം യാതൊരു സംശയത്തിനും ഇല്ലാത്ത വിധത്തിലാണ് ഇപ്പോൾ നമ്മൾ ഈ ഒരു പ്രദർശനം തന്നെ അവിടെ നടത്തിയിരിക്കുന്നത്. സംശയത്തിന് അവകാശമില്ല. ടെറർ ക്യാമ്പുകൾ ഇതുവരെ പാകിസ്ഥാൻ പറഞ്ഞുകൊണ്ടിരുന്ന, ഇന്നലെ കഴിഞ്ഞ ദിവസം UN സെക്യൂരിറ്റി കൗൺസിലിൽ പോലും പറഞ്ഞു ഈ ടെററിൻ്റെ ഞങ്ങൾ ഇരകളാണെന്നൊക്കെ പറഞ്ഞ്, ഒരു ഭീകര ആക്രമണങ്ങൾക്ക് ഇരകളാണ് ഞങ്ങൾ എന്നൊക്കെ പറഞ്ഞു വെച്ചിരുന്നു. ഈ ഒരു പത്രസമ്മേളനത്തിന്, ഈ ഓപ്പറേഷന് ശേഷം അങ്ങനെ ഒരു അവകാശവാദം ഇനി പാകിസ്ഥാൻ ഒരിടത്തും ഉന്നയിക്കാൻ സാധിക്കുകയില്ല. അത്ര ഫുൾ പ്രൂഫായിട്ട് അവരുടെ കള്ളക്കഥകളൊക്കെ ഇല്ലാതാക്കിയിരിക്കുകയാണ്. ഈ ഒരു ഓപ്പറേഷൻ മിലിറ്ററി ഹിസ്റ്ററി പഠിക്കാൻ സാധ്യതയുള്ളവർക്ക് ഒരു വലിയ ഒരു പഠന ഉപാധിയായി മാറും എന്നാണ് ഞാൻ കരുതുന്നത്. കാരണം ഇത്രയും കൃത്യമായിട്ടൊരു മിലിറ്ററി ഓപ്പറേഷൻ, ഒരു ആൻറ്റി ടെറർ ഓപ്പറേഷൻ, നമ്മൾ പണ്ട് ഇസ്രായേലിൻ്റെ വ്യോമാക്രമണത്തെക്കുറിച്ചും അവർ NDB എയർപോർട്ടിൽ നടത്തിയ ആക്രമണത്തെക്കുറിച്ചൊക്കെ ഞങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ട് ഞങ്ങളുടെ പഠനത്തിൻ്റെ ഭാഗമായിട്ട്. ഇപ്പോൾ
ഈ ഒരു ഓപ്പറേഷൻ സിന്ദൂർ ഒരു പഠനത്തിന് വേണ്ട സൈനികർക്ക്, ലോകത്തെമ്പാടുമുള്ള സൈനികർക്ക് പഠിക്കാൻ വേണ്ട ഒരു പാഠമായി മാറുന്ന കാഴ്ചയും കൂടിയാണ് നമ്മളിവിടെ കണ്ടിരിക്കുന്നത്. ഏത് വിധത്തിൽ നോക്കിയാലും, ഏത് കോണിൽ കൂടെ നോക്കിയാലും ഇത് നമ്മുടെ ഭാരതത്തിൻ്റെ ഭരണകർത്താക്കളുടെ ദൃഢനിശ്ചയത്തെയും അവരുടെ മനോദാർഢ്യത്തെയും അവരുടെ രാജ്യതന്ത്രജ്ഞതയും എടുത്തു കാണിക്കുന്നു. അതുപോലെ ഭാരതീയ സൈന്യത്തിൻ്റെ കഴിവുകളെ വളരെ വ്യക്തമായി പ്രദർശിപ്പിക്കുന്ന ഒരു ഓപ്പറേഷനാണിത് നടന്നത്. ഇത് ഞാനൊരു ഓപ്പറേഷൻ ഉപരി ഒരു പ്രദർശനം ആയിട്ട് കാണാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഇറ്റ്സ് ബിയോണ്ട് ഡൗട്ട്. ഇത്രയുമേ ഞാനിവിടെ പറയാൻ ആഗ്രഹിക്കുന്നുള്ളൂ.